യൂസ് ചെയ്ത് എങ്ങനെ ഒരു സർക്യൂട്ട് വരയ്ക്കാമെന്നും അതെങ്ങനെ പി സി ബിക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് ലേസർ പ്രിൻ്റ് എടുക്കുന്ന സ്റ്റേജ് വരെ എങ്ങനെ എത്തിക്കാമെന്നുമാണ് നോക്കുന്നത്. അതിനായി പ്രോട്ടീസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ഫയൽ നെയിം കൊടുക്കുക, ഫയൽ ലൊക്കേഷൻ കൊടുത്തിട്ട് മുകളിൽ കാണുന്ന സ്റ്റെപ്പ് അതുപോലെ ചെയ്യുക. സ്കീമാറ്റിക് പേജ് ഓപ്പൺ ആകുമ്പോൾ അവിടെ കമ്പോണൻ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ പി എന്നൊരു സിമ്പിൾ ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കമ്പോണൻസ് എടുത്ത് നമ്മുടെ കൺസോളിലേക്ക് കൊണ്ടുവരാൻ കഴിയും. നമ്മൾ കൊണ്ടുവന്ന കമ്പോണൻസ് നമുക്ക് പിന്നെ ഡ്രോ ചെയ്യാനുള്ള പേജിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ കഴിയും. ഞാനിവിടെ ബാറ്ററിക്ക് പകരം ഹെഡർ ബ്ലോക്കാണ് എടുത്തിരിക്കുന്നത്. കാരണം ബാറ്ററി എടുത്താൽ നമുക്ക് പി സി ബി ലേഔട്ട് വരയ്ക്കുന്ന പോർഷനിൽ അതിനൊരു പാക്കേജ് കിട്ടത്തില്ല. അതുകൊണ്ട് ഹെഡർ ബ്ലോക്ക് എടുത്തിട്ട് അതിന് പകരമായി റീപ്ലേസ് ചെയ്തിട്ടുണ്ട് 2 ടെർമിനൽസ് ഉൾപ്പെടെയായിട്ട്. ഇവിടെ ഓരോ കമ്പോണൻസിലും നമുക്ക് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ എഡിറ്റ് പ്രോപ്പർട്ടീസ് കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു 6.6 വാട്ടിൻ്റെ ഒരു മെറ്റൽ ഫിലിം റെസിസ്റ്ററാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം അത് സാധാ റെസിസ്റ്ററിൻ്റെ ഓർഡിനറി സൈസ് ആയിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ വാല്യൂ നമ്മൾ കൊണ്ടുവരുമ്പോൾ നോക്കേണ്ട കാര്യമില്ല. പകരം ഇവിടെ വന്നിട്ട് നമുക്കതിൻ്റെ വാല്യൂ എഡിറ്റ് ചെയ്ത് മാറ്റാൻ കഴിയും. ഡയഗ്രാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്കിത് പി സി ബി ലേഔട്ട് വരയ്ക്കുന്ന സെക്ഷനിലേക്ക് പോകാം. ഇവിടെ എത്തുമ്പോൾ ഇവിടെ ആദ്യം ഒരു റെക്റ്റാങ്കിൾ കാണാം. അതെടുത്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരയ്ക്കുക. അതിൽ ബോർഡർ എഡ്ജ് എന്ന ഓപ്ഷൻ തന്നെ താഴെ നിന്ന് സെലക്ട് ചെയ്യാൻ നോക്കുക. ഒരു യെല്ലോ കളർ ആയിരിക്കും അത്. അതിനുശേഷം അതിനകത്ത് നമുക്ക് കമ്പോണൻറ്റ് പ്ലേസ് ചെയ്യാം. കാരണം ഇത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു റെക്റ്റാങ്കിളാണ് നമ്മുടെ ഔട്ട്പുട്ട് പി സി ബി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ റെക്റ്റാങ്കിളിൻ്റെ സൈസ് നമുക്ക് എപ്പോഴും വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ കഴിയും. പക്ഷേ ഈ റെക്റ്റാങ്കിൾ വരച്ചില്ലെങ്കിൽ നമുക്ക് അവസാനം 3D വിഷ്വലൈസേഷൻ കാണാൻ കഴിയുമില്ല. പ്രിൻ്റ് എടുക്കുമ്പോൾ ഒരു ലേഔട്ട് ബോക്സ് കിട്ടത്തുമില്ല. ഇവിടെ നമുക്ക് കമ്പോണൻറ്റ് ആവശ്യമായിട്ടുള്ള പ്ലേസിൽ വയ്ക്കാൻ കഴിയും. ഇതിനകത്ത് 2 ഓപ്ഷൻസ് ഉണ്ട്, ഓട്ടോ പ്ലേസർ ആൻഡ് ഓട്ടോ റൂട്ടർ. ഈ 2 ഓപ്ഷൻസും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അതൊരു ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ കഴിയും, വളരെ ഈസിയാണ്. ഓട്ടോ റൂട്ടർ ആൻഡ് ഓട്ടോ പ്ലേസർ ചെയ്യുമ്പോൾ കമ്പോണൻറ്റ് ഓട്ടോമാറ്റിക്കായി പ്ലേസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാക്ക് വരച്ച് തരും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ട്രാക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുകയും നമുക്കിഷ്ടമുള്ള പൊസിഷനിൽ കമ്പോണൻസ് ഇരിക്കുകയുമില്ല. ചിലപ്പോൾ ഇതിനകത്ത്
2 ടൈപ്പ് ട്രാക്ക് വരാം. അതായത് ബോട്ടം ട്രാക്കും ടോപ്പ് ട്രാക്കും വരാം, ഡബിൾ സൈഡ് PCB പോലെ. അപ്പോൾ നമുക്ക് അതെല്ലാം ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതിനേക്കാളും നമ്മൾ മാനുവലായിട്ട് പ്ലേസ് ചെയ്ത് മാനുവലായിട്ട് ട്രാക്ക് വരയ്ക്കുന്നതാണ് നല്ലത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 7805 പോലുള്ള ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആണെങ്കിൽ അതൊരു PCBയുടെ ഒരു എഡ്ജിൽ തന്നെ വരണം. കാരണം എങ്കിൽ മാത്രമേ നമുക്കൊരു ഹീറ്റ് സിങ്കോ മറ്റോ കൊടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ ഓട്ടോ പ്ലേസറൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ നേരെ തൊട്ടടുത്തൊരു ICയുടെയോ അടുത്തോ മറ്റോ വരും. അങ്ങനെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മാനുവലായിട്ട് പ്ലേസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് ഡിസൈൻ റൂൾ മാനേജർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ചെന്നിട്ട് നമുക്ക് ഡിസൈൻ റൂൾ ചേഞ്ച് ചെയ്യാൻ കഴിയും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിനകത്ത് ട്രേസ് ടു ട്രേസ് വിഡ്ത്തും ട്രേസ് ടു പാഡ് വിഡ്ത്തും ഉണ്ട്. അത് കുറച്ച് കൂട്ടിയിടുക ബിഗിനേഴ്സിന്. ഇപ്പോൾ ഞാനൊരു 18 വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ 2 ട്രേസ് തമ്മിലുള്ള വിഡ്ത്തും ഒരു ട്രേസും ഒരു പാഡും തമ്മിലുള്ള വിഡ്ത്തുമാണ് നോക്കുന്നത്. ഒരിക്കലും പാഡ് ടു പാഡ് വിഡ്ത്ത് ചേഞ്ച് ചെയ്യരുത്. എങ്കിൽ പിന്നെ നമ്മുടെ കമ്പോണൻസ് വെച്ചിരിക്കുന്ന കമ്പോണൻസിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഒരു IC 8 പിൻ IC ആണെങ്കിൽ അതിൻ്റെ 8 ലീഡ്സും എവിടെയാണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ പാഡ് ടു പാഡ് ലെന്ത് മാറ്റിയാൽ അത് മാറും. അതുകൊണ്ട് അത് മാറ്റരുത്. ഇതിനുശേഷം നമുക്കിതിനകത്ത് ഈ IC ഒക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്കൊരു അതിൻ്റെ ബേസ് കുറച്ചുകൂടെ നമുക്ക് വീതി കൂട്ടാൻ കഴിയും. അതിന് നമുക്ക് ഇവിടെ ഒരു DL ഓപ്ഷൻ ഉണ്ട്. അതെടുത്തിട്ട് ഫസ്റ്റ് പിന്നെ ഞാൻ സ്ക്വയറും ബാക്കി എല്ലാ പിൻസും ഞാൻ റെക്റ്റാങ്കിളും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് IC ഫിറ്റ് ചെയ്യുന്ന ടൈം ഏതാണ് അതിൻ്റെ പിൻ നമ്പർ 1 എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ട്രാക്ക് വരയ്ക്കാം. ഇതിൽ ട്രാക്ക് വരയ്ക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ബ്ലൂ കളറിലെ ട്രാക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബോട്ടം ട്രാക്കാണ്. നമുക്കതാണ് ആവശ്യം സിംഗിൾ സൈഡ് PCBക്കായിട്ട്. ഈ ട്രാക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ 90 ഡിഗ്രി പാത്ത് എല്ലാം അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ 90 ഡിഗ്രി പാത്ത് വരികയാണെങ്കിൽ കുഴപ്പമില്ല. അതിൽ ക്ലിക്ക് ചെയ്ത് മീറ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് 90 ഡിഗ്രി മാറിയിട്ട് ഏകദേശം 45ൻ്റെ ഒരു കർവ് നമുക്ക് കിട്ടും. ഓട്ടോ ട്രാക്കർ നമുക്ക് യൂസ് ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് ട്രാക്ക് കിട്ടും. പക്ഷേ നമ്മുടെ ഇഷ്ടത്തിനുള്ള ട്രാക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മാനുവൽ ട്രാക്ക് തന്നെ കൊടുക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മാനുവൽ ട്രാക്കിംഗ് ചെയ്യാനാണ്. ബിഗിനേഴ്സിന് പെട്ടെന്ന് ചെയ്യാനായിട്ട് ഓട്ടോ ട്രാക്കിംഗ് കൊടുക്കാൻ കഴിയും. ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടി കഴിയും. അതിൽ A എന്നൊരു സിമ്പിൾ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് വാട്ടർ കോപ്പർ സെലക്ട് ചെയ്യുക. അപ്പോൾ ബ്ലൂ കളറിൽ വരും. അപ്പോൾ നമുക്ക് ഓൾറെഡി മിറേർഡ് ആയിട്ടുള്ള തന്നെ ടൈപ്പിംഗ് നമുക്ക് ചെയ്യാൻ കഴിയും. എങ്കിൽ മാത്രമേ നമുക്ക് PCB ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ സ്റ്റോൺ ട്രാൻസ്ഫർ ചെയ്ത് വരുമ്പോൾ കോപ്പർ ക്ലാഡ് ഷീറ്റിൽ കറക്റ്റ് ആയിട്ടുള്ള നെയിം കാണാൻ കഴിയത്തുള്ളൂ.
അല്ലെങ്കിൽ നമുക്കത് ഫ്ലിപ്ഡ് ആയിട്ടുള്ള ഇമേജസ് ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് 3D വിഷ്വലൈസേഷൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് PCB എങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ കഴിയും. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ ട്രാക്ക് നോക്കിയിട്ട് എന്തെങ്കിലും ഡാമേജ്, എന്തെങ്കിലും എററോ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രാക്ക് മാറ്റി വരയ്ക്കാൻ വേണ്ടി കഴിയും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും 3D വിഷ്വലൈസേഷൻ നോക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഫൈനൽ സ്റ്റെപ്പ് ഓഫ് എറേഴ്സ് ഉണ്ടെങ്കിൽ അറിയാൻ കഴിയത്തുള്ളൂ. ഇനി എറേഴ്സ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഇതിനകത്ത് പ്രീ പ്രൊഡക്ഷൻ ചെക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാൻ കഴിയും ഫുൾ പാസ്ഡ് ആണോ, എവിടെയെങ്കിലും എന്തെങ്കിലും ഫെയിൽഡ് ആണോ എന്നറിയാൻ കഴിയും. ഇനി നമുക്ക് ഇതൊരു PDF ആയിട്ട് പ്രിന്റ് ചെയ്യണം. എക്സ്പോർട്ട് ഗ്രാഫിക്സിനകത്ത് അഡോബ് PDF ഫയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് PCB ലേഔട്ടിനായിട്ട് ഒൺലി ബോട്ടം ഓപ്ഷൻസ് മാത്രം സെലക്ട് ചെയ്യുക, അതും ബോർഡർ എഡ്ജും. ബാക്കി എല്ലാ ഓപ്ഷൻസും അൺചെക്ക് ചെയ്യുക. കാരണം നമ്മൾ സിംഗിൾ സൈഡ് PCB ആണ് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു PCB ലേഔട്ടിനായിട്ടുള്ള ഫയൽ കിട്ടി. ഇതിൽ നമ്മുടെ കമ്പോണൻസും അതിൻ്റെ കമ്പോണൻസ് വയ്ക്കുന്ന ലീഡ് വയ്ക്കുന്ന പോർഷൻസും ട്രാക്കും നമ്മുടെ നെയിമും മാത്രമേ വരത്തുള്ളൂ. ബാക്കി കമ്പോണൻസിന് സർഫസ് അങ്ങനെ ആ ഒരു ലൈൻസ് ഒന്നും കിട്ടത്തില്ല. പക്ഷേ ഈ ഇമേജ് വെച്ചിട്ട് നമുക്ക് കമ്പോണൻസ് സോൾഡർ ചെയ്യാൻ നേരത്തെ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നതെന്നുള്ളതിൽ കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരു ഇമേജും കൂടി എടുക്കും. കമ്പോണൻസ് ഏതൊക്കെ പോർഷനിലാണ് ഏതൊക്കെ വെക്കേണ്ടതെന്ന് അറിയാനായിട്ട് വേറൊരു ഇമേജും കൂടി നമുക്ക് എടുക്കാൻ കഴിയും. ഇതാണ് നമ്മുടെ സോൾഡറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഇമേജ്. നേരത്തെ പോലെ തന്നെ PDF ഫയലാക്കി എടുക്കുക. തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും ചെക്ക് ചെയ്തിട്ട് ഔട്ട്പുട്ട് എടുക്കുക. അപ്പോൾ കമ്പോണൻസ് എല്ലാം നമുക്ക് ഇപ്പോൾ കപ്പാസിറ്റർ ആണെങ്കിൽ തന്നെ കപ്പാസിറ്ററിൻ്റെ പോർഷൻ C1 എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റർ ആണെങ്കിൽ റെസിസ്റ്റർ R1 R2 എന്നെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ R1 R2 എന്ന് ഏതൊക്കെയാണെന്ന് നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം വരച്ച പോർഷനിൽ പോകുമ്പോൾ അറിയാൻ കഴിയും. അതിനുവേണ്ടി സർക്യൂട്ട് ഡയഗ്രാം കൂടെ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ കഴിയും. സർക്യൂട്ട് വരച്ച് സ്കീമാറ്റിക് പേജിൽ ചെന്നിട്ട് അവിടെ നിന്ന് നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം PDF ഫയലായി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും.